എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചില ടോപ്പിക്കിൽ നിന്ന് നന്നായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടൈപ്പ് റൈറ്റിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഇതിൻ്റെ നോട്ട്സാണ്, ഇതിൻ്റെ ടോപ്പിക്കുകളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സ്റ്റോറേജ് ആണ്. അതായത് ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബേസിക്കായിട്ട് നമ്മൾ ഈ അതായത് ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU നേരിട്ട് കൺട്രോളിലല്ലാത്ത ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഡിവൈസാണ്, സ്റ്റോറേജ് യൂണിറ്റാണ് ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അത് ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU നേരിട്ടുള്ള ഒരു കൺട്രോളിലല്ല ഈ ഓഫ്ലൈൻ സ്റ്റോറേജ് വരുന്നത്. ഓക്കെ, ദ മീഡിയം ഈസ് റെക്കോർഡഡ് യൂഷ്വലി, അതായത് ഇതിൽ ഏത് മീഡിയത്തിലുള്ള റെക്കോർഡ്സാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി സ്റ്റോറേജ് ഡിവൈസസിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഓഫ്ലൈൻ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫിസിക്കലി റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഹ്യൂമൻ ഓപ്പറേഷൻ ഇവിടെ ആ ഒരു കമ്പ്യൂട്ടറിന് ആക്സസ് ചെയ്യാൻ ഹ്യൂമൻ ഓപ്പറേഷൻ അവിടെ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ടെർഷറി സ്റ്റോറേജ് പോലെ ഇത് പിന്നെ അതുപോലെ തന്നെ അതായത് അൺലൈക്ക് ടെർഷറി സ്റ്റോറേജ് ഇറ്റ് കനോട്ട് ബി ആക്സസ്ഡ് വിത്തൗട്ട് ഹ്യൂമൻ ഇൻട്രാക്ഷൻ. അതായത് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറേജ് അവിടെ ആക്സസ് ചെയ്യാൻ സാധ്യമല്ല. അതായത് ഡിസ്കണക്റ്റ് ചെയ്യും, പിന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോറേജുകളാണ് മെയിനായിട്ട് ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനും, അതുപോലെ തന്നെ സിൻസ് ദ ഡിറ്റാച്ച്ഡ് മീഡിയം ക്യാൻ ഈസിലി ബി ഫിസിക്കലി ട്രാൻസ്പോർട്ടഡ്, അതായത് നമുക്ക് ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഫിസിക്കലി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് ഇത് എന്തിനൊക്കെ ഉപകാരപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അതായത് ഒറിജിനൽ ഡാറ്റ ഫയർ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോ ഒറിജിനൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോയാലും ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ അഫക്റ്റഡ് ആയിട്ട് ഉണ്ടാവില്ല, അൺഅഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഇത് ഡിസാസ്റ്റർ റിക്കവറി എനേബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫ്ലൈൻ സ്റ്റോറേജ് അതായത് ഇൻക്രീസസ് ജനറൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതായത് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ സ്റ്റോറേജ്. ഓക്കെ, അതായത് സിൻസ് ഇറ്റ് ഈസ് ഫിസിക്കലി ഇൻആക്സസിബിൾ ഫ്രം എ കമ്പ്യൂട്ടർ ആൻഡ് ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി ഓർ ഇൻറ്റഗ്രിറ്റി കനോട്ട് ബി അഫക്റ്റഡ് ബൈ കമ്പ്യൂട്ടർ ബേസ്ഡ് അറ്റാക്ക് ടെക്നിക്സ്. അതായത് ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു അറ്റാക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓഫ്ലൈൻ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയ്ക്ക് ഒരു വിധത്തിലും നഷ്ടമോ അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസോ ഒന്നും തന്നെ വരില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം, ഡിസ്കണക്ട് ചെയ്യാം, അതുകൊണ്ടാണ്. ഓക്കെ, also if the information stored or for archival purpose is rarely accessed, offline storage is less expensive than tertiary storage. tertiary storageനേക്കാളും ഇൻഎക്സ്പെൻസീവ് ആണ്, അതായത് കുറഞ്ഞ എക്സ്പെൻസ് ആണ് ഓഫ്ലൈൻ സ്റ്റോറേജിലുള്ളത്. ഓക്കെ, ഇൻ മോഡേൺ പേഴ്സണൽ കമ്പ്യൂട്ടർ മോസ്റ്റ് സെക്കൻഡറി ആൻഡ് ടെർഷറി സ്റ്റോറേജ് മീഡിയ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ഓഫ്ലൈൻ സ്റ്റോറേജ്. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി സ്റ്റോറേജിന് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒപ്റ്റിക്കൽ ഡിസ്ക്, ഫ്ലാഷ് മെമ്മറി ഡിവൈസ്, ഇതൊക്കെയാണ് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ഒപ്റ്റിക്കൽ ഡിസ്കും ഫ്ലാഷ് മെമ്മറിയും ഒക്കെ മോസ്റ്റ് പോപ്പുലറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർഡ് ഡിസ്കും ഡ്രൈവ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ എൻ്റർപ്രൈസസ് യൂസസ് മാഗ്നറ്റിക് ടേപ്സ് ഈസ് പ്രോമിനൻറ്റ്, അതായത് എൻ്റർപ്രൈസസ് യൂസസിന് മാഗ്നറ്റിക് ടേപ്പാണ് പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഓൾഡർ എക്സാമ്പിൾസ് ഫ്ലോപ്പി ഡിസ്ക്, സിപ്പ് ഡിസ്ക്, പഞ്ച് കാർഡ്സ്, ഇതൊക്കെയാണ്. ഇനി മെനു ബാർ ചോദിക്കാറുണ്ട് ചില ക്വസ്റ്റ്യനിൽ, അതായത് അത് ടൈറ്റിൽ ബാറിൻ്റെ താഴെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മെനു ബാർ. Menu bar is a thin horizontal bar containing labels of drop-down menus in an operating system's GUI. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ യൂസർ മെനു ബാർ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ബാറാണ്. അതായത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ബാറാണ്, ഡ്രോപ്പ് ഡൗൺ മെനൂസിൻ്റെ ഒരു ഇതാണ് മെനു ബാർ എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ GUIയിൽ പ്രവർത്തിക്കുന്നതാണ് മെനു ബാർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ യൂസേഴ്സ് വിത്ത് എ സ്റ്റാൻഡേർഡ് പ്ലേസ് ഇൻ എ വിൻഡോ ടു ഫൈൻഡ് ദ മെജോറിറ്റി ഓഫ്
program's essential functions such as opening and closing files, editing text, and quitting the program. Menu bar is usually located below the title bar. Title barന്റെ താഴെയായിട്ടാണ് മെനു ബാർ വരുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് തന്നിട്ട് അതിൽ ഒന്നില്ലെങ്കിൽ ഫങ്ഷൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി, കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്, ജോബ് അക്കൗണ്ടിങ്, എറർ ഡിറ്റക്റ്റിംഗ് എയ്ഡ്സ്, കോർഡിനേഷൻ ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് അതർ സോഫ്റ്റ്വെയർ, മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? സെക്യൂരിറ്റി, കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്, ജോബ് അക്കൗണ്ടിംഗ്, എറർ ഡിറ്റക്റ്റിംഗ് എയ്ഡ്സ്, കോർഡിനേഷൻ ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് അതർ സോഫ്റ്റ്വെയർ, മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. അടുത്തൊരു ടോപ്പിക്കാണ് CPU ആൻഡ് മെമ്മറി ആക്സസ്. ഓക്കെ, അതായത് CPUവിന് ഏതൊക്കെ മെമ്മറിയിലേക്കാണ് ഡയറക്റ്റ് ആക്സസ് ഉള്ളത്, ഏതൊക്കെ മെമ്മറിയിലേക്കാണ് ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട്. അത് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്യാഷ് മെമ്മറിയിലേക്കും മെയിൻ മെമ്മറിയിലേക്കും ഡയറക്റ്റ് ആക്സസ് ഉണ്ട്, പക്ഷേ ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. ഓക്കെ, the transfer from auxiliary to main memory is usually done by means of direct memory access of large blocks of data. അതായത് നമുക്കൊരു ലാർജ് ബ്ലോക്ക് ഓഫ് ഡാറ്റ സെക്കൻഡറി മെമ്മറിയിലുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം മെയിൻ മെമ്മറിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ CPUവിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, the typical access time ratio between cache and main memory is about 1:7. ഓക്കെ, അതായത് ക്യാഷ് മെമ്മറിൻ്റെയും മെയിൻ മെമ്മറിൻ്റെയും ടിപ്പിക്കൽ ആക്സസ് ടൈം റേഷ്യോ എന്ന് പറയുന്നത് 1:7 ആണ്. ഓക്കെ, പ്രൈമറി മെമ്മറി ഈസ് ഡയറക്ട്ലി ആക്സസിബിൾ ബൈ പ്രോസസർ ഓർ CPU. സെക്കൻഡറി മെമ്മറി ഈസ് നോട്ട് ഡയറക്ട്ലി ആക്സസിബിൾ ബൈ ദ CPU. സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി മെമ്മറി ആൻഡ് ബാക്കപ്പ് മെമ്മറി. ഓക്കെ, അടുത്തത് DVD-ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ്. അതായത് ഒരു ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡാറ്റ സ്റ്റോറേജ് ഫോർമാറ്റ് ആണ്. ഇത് ഇൻവെൻറ്റ് ചെയ്തതും ഡെവലപ്പ് ചെയ്ത് 1995 ഫസ്റ്റ് റിലീസ് ചെയ്തത് November 1, 1996 ജപ്പാനിലാണ്. The medium can store any kind of digital data that and has been widely used for video programs or formerly for storing software and other computer files as well. Okay, അതായത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസാണ് DVD എന്ന് പറയുന്നത്. ഇതെന്തിനാണ് വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പ്രോഗ്രാംസ്, പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിൻ്റെ ഫയൽസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DVD ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. DVD ഓഫർ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ സ്റ്റോറേജ് കപ്പാസിറ്റി ദാൻ കോമ്പാക്റ്റ് ഡിസ്കിനേക്കാളും ഹയർ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് സെയിം ഡയമെൻഷൻസ് ആണ് ഉള്ളത്. അതായത് CD-ൻ്റെ അതേ ഡയമെൻഷനാണുള്ളത് എങ്കിലും സ്റ്റോറേജ് കപ്പാസിറ്റി CD-നേക്കാളും ഹയർ ആണ്. സ്റ്റാൻഡേർഡ് DVD ക്യാൻ സ്റ്റോർ അപ് ടു 4.7 GB സ്റ്റോറേജ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് DVDക്ക് 4.7 GB സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ മാക്സിമം 17.08 GB വരെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അടുത്ത ടൈപ്പ് റൈറ്റിങ്ങിന് വരുന്ന ഒരു മെയിനായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഗൈഡ് കീസിനെ കുറിച്ച് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹോം കീസ്, ഗൈഡ് കീസ് ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്, ഗൈഡ് കീസ് എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് പാത്ത് ടു ദ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള പാത്ത് എന്നാണ് ഗൈഡ് കീസ് എന്ന് പറയുന്നത്. അതായത് ഈ ടൈപ്പ് റൈറ്ററിൻ്റെ കീസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈഡ് കീസ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. നമ്മൾ ഈ ടൈപ്പ് റൈറ്ററിൻ്റെത് കൂടാതെ കുറച്ചല്ലാതെ നമുക്ക് ചോദിക്കാറുള്ള കുറച്ച് പോയിൻറ്റ്സാണ്. നമുക്ക് ചിലതിൽ ഗൈഡ് കീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആൻസറായിട്ട് നമുക്ക് എയും സെമിക്കോളനും കാണില്ല. അതിന് പകരമായിട്ട് Fഉം Jയും കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ പ്രകാരം ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗൈഡ് കീസ് എന്ന് പറയുന്നത് 4 ടൈപ്പാണെന്നാണ് പറയുന്നത്. സ്പേസ് ബാർ, ഷിഫ്റ്റ് കീ, ആരോ കീസും എൻ്റർ കീസും ആണ്. പിന്നെ ഗൈഡ് കീസ് മെയിൻലി മൂവ്സ് ദ കഴ്സർ അപ്പ്, ഡൗൺ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ഈ ആൽഫബറ്റ് റെസ്പോൺസിബിൾ ഫോർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് F ആൻഡ് J ആണ്. ഗൈഡ് കീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആൻസർ Fഉം Jയും ഉണ്ട്. അതായത് ഈ F1 to F12 എന്ന് പറയുന്നത് ഫങ്ഷൻ കീസ് ആണ് വരുന്നത്. ഓക്കെ, അത് ടൈപ്പ് റൈറ്ററിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതായത് ടൈപ്പ് റൈറ്ററിൽ ഇല്ലാത്ത കീസാണ് ഫങ്ഷൻ കീസ് എന്ന് പറയുന്നത്. ഇത് ഓരോ ഷോർട്ട് കട്ടാണ്, ഓരോ കീയും ഓരോ ഷോർട്ട് കട്ടാണ്. ഓക്കെ, സേവിങ്, കോപ്പിങ്, റിഫ്രഷിങ്, പ്രിൻറ്റിങ് ഇതൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഇതിൽ വരുന്നത്, ഫങ്ഷൻ കീസ് വരുന്നത്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ സിലിണ്ടർ അല്ലെങ്കിൽ പ്ലേറ്റൻ എന്നാണ് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ വുഡൻ റോളർ കവേർഡ് വിത്ത് സ്റ്റിഫ് കംപ്രസ്ഡ് റബ്ബർ. അതായത് ഒരു വുഡൻ റോളറിൽ
സ്റ്റിഫ് കംപ്രസ്ഡ് റബ്ബർ കവർ ചെയ്തിരിക്കുന്നതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാറുള്ളത് ഹാർഡ് റബ്ബർ കൊണ്ടാണ് സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. The typewriter plate is black roller inside the typewriter carriage where the metal key heads hit the paper to print the characters. അതായത് മെറ്റൽ ഹെഡ്സ് പോയിട്ട് ആ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് പ്രിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മെറ്റൽ ഹെഡ്സ് പോയി പ്രിൻ്റ് അടിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് സിലിണ്ടറിലാണ്. ഓക്കെ, ഇനി പവർ പോയിൻറ്റ് സ്ലൈഡ്സ് നോക്കാം. ഓക്കെ, ഇൻസേർട്ട് സം സ്ലൈഡ്സ് ഫ്രം അതർ പ്രസൻറ്റേഷൻ ഇൻ ടു കറണ്ട് വൺ. ചൂസ് ദ ഇൻസേർട്ട്. 2003 വേർഷൻ വേണ്ട, നമുക്ക് 2007 തൊട്ടുള്ളത് നോക്കിയാൽ മതി. ഇൻ പവർ പോയിൻറ്റ് 2007 ഹോം ടാബ് ഹോൾഡ്സ് ദ കട്ട് ആൻഡ് പേസ്റ്റ് ഫീച്ചേഴ്സ്, ഫോണ്ട് ആൻഡ് പാരഗ്രാഫ് ഓപ്ഷൻസ് ആൻഡ് വാട്ട് യു നീഡ് to add and organize slides. On design tab you can add theme or color scheme or format the slide background in PowerPoint 2007. The inside slide number we can use insert header and footer, apply to all or apply to number only certain slides on your computer. Open presentation in Google Slides. Select the slide or slides that you want numbered. In the menu at the top, click insert slide numbers, click apply to selected. Material consisting of text and numbers is best presented as table slide. ഒരു previous question ആണ്. അതായത് മെറ്റീരിയൽ കൺസിസ്റ്റിംഗ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് നമ്പേഴ്സ് ഈസ് ബെസ്റ്റ് പ്രസൻറ്റഡ് ആസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടേബിൾ സ്ലൈഡാണ്. ഫംഗ്ഷൻ കീ F2. അതായത് ഈ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ the function key F2 allows you to quickly and easily edit the data of a cell by activating Excel's edit mode and placing the insertion point at the end of the active cell's existing content. അതായത് ഇതിലെന്താണ് F2 വെച്ചിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് F2 ഉപയോഗിക്കുന്നത്. സെലക്ഷൻ ഇൻ എക്സലിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു പ്രസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ഷോർട്ട് കട്ട് അറ്റ് ദ ഫസ്റ്റ് ടൈം ഇറ്റ് വിൽ സെലക്ട് ദ എൻറ്റയർ റോ വിത്തിൻ എ ടേബിൾ. ഒരു ടേബിളിൽ ഒരു എൻറ്റയർ റോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണ് വേണ്ടത്. പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പറഞ്ഞത് മാറിപ്പോയി തോന്നുന്നു, ഒന്നുകൂടി പറയുകയാണ്. വെൻ യു പ്രസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ഷോർട്ട് കട്ട് കീ ഫസ്റ്റ് ടൈം ഇറ്റ് വിൽ സെലക്ട് ദ എൻറ്റയർ റോ വിത്തിൻ എ ടേബിൾ. പ്രസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് എ സെക്കൻഡ് ടൈം ഇറ്റ് വിൽ സെലക്ട് ദ എൻറ്റയർ റോ ഇൻ ദ വർക്ക് ഷീറ്റ്. ഓക്കെ, അതായത് ആദ്യത്തെ തവണ നമ്മൾ ഷിഫ്റ്റ് പ്ലസ് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേബിളിൽ എൻറ്റയർ റോ എന്താവും, സെലക്ട് ആവും. ഇനി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തതാണെങ്കിൽ ആ ഒരു വർക്ക് ഷീറ്റിലെ മൊത്തം എൻറ്റയർ റോസും സെലക്ട് ആവും. ദ സെയിം വർക്ക്സ് ഫോർ കോളംസ്. അതായത് കോളംസിന് ഇത് വർക്കാവും. ഓക്കെ, Extended selection mode in Word. Extended selection mode. EXT indicator indicates whether or not extend selection mode is turned on or off. The status bar indicates that we are in extended selection mode. അതായത് സ്റ്റാറ്റസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ EXT എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് എക്സ്റ്റെൻഡ് സെലക്ഷൻ മോഡ് ഓൺ ആയിട്ടുണ്ടോ ഓഫ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ കാണാൻ പറ്റും. F8 കീ ആണ് ഈ ഒരു ഇത് അതായത് സെലക്ടിങ് ടൂൾസ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. F8 കീ ഒരു പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് സെലക്ഷൻ മോഡ് അവിടെ വരും. ഓക്കെ, വേർഡ് ഡ്രോപ്സ് ആങ്കർ അറ്റ് ദ ഇൻസേർഷൻ പോയിൻറ്റ്സ് ലൊക്കേഷൻ ആൻഡ് ദെൻ ലെറ്റ്സ് യു യൂസ് ദ either the mouse or the cursor keys to select text. Okay, in fact you cannot do anything other than select text in extended selection mode unless you press escape to exit that mode. അതായത് ഈ എക്സ്റ്റെൻഡഡ് സെലക്ഷൻ മോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് സെലക്ഷൻ മോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എസ്കേപ്പ് കീ പ്രസ് ചെയ്തില്ലെങ്കിൽ ടെക്സ്റ്റിന് സെലക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് സെർച്ച് എഞ്ചിനാണ്. സെർച്ച് എഞ്ചിൻ ദ പ്രോഗ്രാം ദാറ്റ് യൂസ് സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ് ടു ഫൈൻഡ് കീവേഡ്സ് ഓൺ വെബ് പേജസ്. സ്പൈഡർ അതായത് ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ്സിൽ കീവേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ്? സ്പൈഡറാണ്. വെബ്സൈറ്റ്സ് that help you to search on required web addresses scattered across the world wide web. അതായത് വേൾഡ് വൈഡ് വെബിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള വെബ് അഡ്രസ്സുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഈ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുന്നത്.
മേജർ സെർച്ച് എൻജിൻസ് ഗൂഗിൾ, യാഹു ആണ്. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ സിമുർ ക്രേ. പിന്നെ ഇതിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എക്സാമ്പിളാണ് റോഡ് റണ്ണർ, ബ്ലൂ ജീൻ, എർത്ത് സിമുലേറ്റർ. ഇതൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് യൂണിവാക് ആണ്. HiComb HyComb 250 is the world's first hybrid computer. ENIAC is the world's first electronic computer. World's first mini computer PDP-1 ആണ്. ഐക്കൺ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ഗ്രാഫിക്കൽ ഇമേജ് റെപ്രസെൻറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഈസ് ഐക്കൺ. ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മോൾ ഗ്രാഫിക് ഇമേജാണ് ഐക്കൺ എന്ന് പറയുന്നത്. ഐക്കൺ ഈസ് എ സ്മോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോഗ്രാം ഓർ ഫയൽ. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഫയലിൻ്റെ ഒരു സ്മോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഐക്കൺ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഐക്കൺസ് ആണ് വരുന്നത്: സിസ്റ്റം ഐക്കൺസ്, ഷോർട്ട് കട്ട് ഐക്കൺസ്, പ്രോഗ്രാം ഫോൾഡർ ആൻഡ് ഡോക്യുമെൻറ്റ് ഐക്കൺസ്. ഓക്കെ, സിസ്റ്റം ഐക്കൺസ് എന്ന് പറഞ്ഞാൽ അതായത് സിസ്റ്റം ഐക്കൺസ് ആർ ഡിസ്പ്ലേഡ് അലോങ് ലെഫ്റ്റ് എഡ്ജ് ഓഫ് സ്ക്രീൻ. അതായത് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് എഡ്ജിൽ കാണിക്കുന്നതാണ് സിസ്റ്റം ഐക്കൺസ് എന്ന് പറയുന്നത്. ദീസ് ഐക്കൺസ് ആർ ക്രിയേറ്റഡ് ഓട്ടോമാറ്റിക്കലി ബൈ വിൻഡോസ് ഡ്യൂറിങ് ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. അതായത് ഈ വിൻഡോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഐക്കണാണ് സിസ്റ്റം ഐക്കൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മൈ കമ്പ്യൂട്ടർ, റീസൈക്കിൾ ബിന്ന്, മൈ ഡോക്യുമെൻറ്റ്സ് എക്സെട്ര. ഓക്കെ, ഷോർട്ട് കട്ട് ഐക്കൺസ്. ദീസ് ആർ ദ ഐക്കൺസ് വിത്ത് സ്മോൾ ആരോസ് ഇൻ ദ ലോവർ ലെഫ്റ്റ് കോർണർ. ദ ഷോർട്ട് കട്ട് ഐക്കൺസ് ഓൺലി കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ബട്ട് നോട്ട് ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. അതായത് ഷോർട്ട് കട്ട് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ലോവർ ലെഫ്റ്റ് കോർണറിൽ ഒരു സ്മോൾ ആരോ ഉണ്ടാവും. ഇതിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ മാത്രമാണ് ഉണ്ടാകുന്നത്, അതിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, പ്രോഗ്രാം ഫോൾഡർ ആൻഡ് ഡോക്യുമെൻ്റ് ഐക്കൺസ് എന്ന് പറയുന്നത് ദീസ് ആർ നോൺ സിസ്റ്റം ഐക്കൺസ് വിത്തൗട്ട് ആരോ ആൻഡ് ദേ റെപ്രസെൻറ്റ് ദ ആക്ച്വൽ ഒബ്ജക്ട്സ് ആൻഡ് ദേ ഡിസ്ക്രൈബ്. അതായത് ഇതിൽ പ്രോഗ്രാം ഫോൾഡർ ആൻഡ് ഡോക്യുമെൻ്റ് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റം ഐക്കൺസ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൽ നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് ഐക്കൺസിൽ പറഞ്ഞില്ലേ, അതുപോലെ ഉള്ള ഐക്കൺസും അല്ല. അതായത് ഇതിൽ ആരോസ് ഒന്നും ഉണ്ടാവില്ല, ഇതിൽ ആക്ച്വൽ ഒബ്ജക്ട്സ് മാത്രമാണ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഷോർട്ട് കട്ട് ഐക്കൺസിൽ നമ്മൾ പറഞ്ഞു ലൊക്കേഷൻ മാത്രമാണ് ഉണ്ടാകുന്നത്, ആക്ച്വൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രോഗ്രാം ഫോൾഡറിൽ സിസ്റ്റം ഐക്കൺസ് അല്ല, അതുപോലെ തന്നെ ഇതിൽ ആക്ച്വൽ ഒബ്ജക്ട്സ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇഫ് വി ഡിലീറ്റ് ദ സച്ച് ഐക്കൺ വി ആർ ഡിലീറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ് ഫ്രം ദ ഹാർഡ് ഡിസ്ക്. അതായത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ഫോൾഡർ ആൻഡ് ഡോക്യുമെൻ്റ് ഐക്കൺസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റാണ് ഡിലീറ്റ് ആയി പോകുന്നത്, അത് ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അടുത്തത് യൂണിക്കോഡാണ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ക്യാരക്ടർ എൻകോഡിംഗ് ടെക്നിക്കാണ്. അതായത് ലോകത്തിലെ ഏകദേശം എല്ലാ ലാംഗ്വേജസിനും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എൻകോഡിംഗ് ടെക്നിക്കാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് യൂണിക്കോഡ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് കൺസോർഷ്യമാണ്. യൂണിക്കോഡ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് യൂണിക്കോഡ് കൺസോർഷ്യമാണ്. ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ് ഈ യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ്സ് ഉണ്ട്. അതിൽ UTF-8 റെപ്രസെൻറ്റ്സ് 8 ബിറ്റ്സ് ആണ് UTF-8 വരുന്നത്, ഒരു ബൈറ്റ്. UTF-16 ഇറ്റ് റെപ്രസെൻറ്റ് 16 ബിറ്റ്സ്, അതായത് 2 ബൈറ്റ്സ്. ലോങ് ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. UTF-32 ബിറ്റാണ്, അതായത് 4 ബൈറ്റ്സ് ആണ്. ലോങ് ക്യാരക്ടർ എൻകോഡിംഗ് ആണ് വരുന്നത്. ഇനി വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്: സൈസ്, റെസൊല്യൂഷൻ, പിക്സൽ പിച്ച്, റെസ്പോൺസ് ടൈം തുടങ്ങിയവ. അപ്പോൾ ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സൈസ് ഓഫ് മോണിറ്റർ മെഷർ ചെയ്യുന്നത് ആംഗിൾ, അതായത് ഇഞ്ചസിലാണ്, ആംഗിളിലാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, നേരെയല്ല, ആംഗിൾസ് ഇതിലാണ് വരുന്നത്. ദ മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ഈസ് കോൾഡ് മോണിറ്റേഴ്സ് റെസൊല്യൂഷൻ. മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ക്യാൻ ബി ഡിസ്പ്ലേഡ് horizontally and vertically ആണ് പറയുന്നത്. The distance between pixels to change on the screen is known as dot pitch. അപ്പോൾ ഇതിൽ മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി വരുന്നതാണ് മോണിറ്റേഴ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിക്സൽസ് ടു ചേഞ്ച് ഓൺ ദ സ്ക്രീൻ എന്ന് പറയുന്നത് ഡോട്ട് പിച്ച്. അതായത് ഈ പിക്സൽസ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡോട്ട് പിച്ചാണ്. അപ്പോൾ സ്മോളർ ഡോട്ട് പിച്ചുള്ള സ്ക്രീനാണ് ഷാർപ്പർ ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്.
the time it takes for a pixel to change from a bright state to a non-bright state and back to bright state is called response time. എന്താണ് റെസ്പോൺസ് ടൈം? അതായത് ഒരു പിക്സലിനെ ഒരു ബ്രൈറ്റ് സ്റ്റേറ്റിൽ നിന്നും നോൺ ബ്രൈറ്റ് സ്റ്റേറ്റിലേക്കും അതുപോലെ തന്നെ ബാക്കായിട്ട് ബ്രൈറ്റ് സ്റ്റേറ്റിലേക്കും വരുന്ന ആ ഒരു ടൈമാണ്, അതിനെടുക്കുന്ന ടൈമാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. മോണിറ്റേഴ്സ് വിത്ത് ലോ റെസ്പോൺസ് ടൈം പ്രൊവൈഡ്സ് ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ്. അതായത് ഇവിടെ റെസ്പോൺസ് ടൈം കുറഞ്ഞാലാണ് ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.